Today I am going to take the next topic, that is Venn diagram. എന്താണ് Venn diagram? Okay. Okay. എല്ലാവരും ശ്രദ്ധിച്ചോണം കേട്ടോ. എന്താണ്? Okay. Most of the relationships between sets can be represented by means of diagrams which are known as Venn diagrams. എന്താണ്? Most of the relationships between sets, അതായത് രണ്ട് സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തമ്മിൽ വരുന്ന റിലേഷൻസ് ഉണ്ടല്ലോ, അതായത് സബ്സെറ്റുകൾ, ഈക്വൽ സെറ്റുകൾ, അങ്ങനെയുള്ള എല്ലാ റിലേഷൻസിനെയും നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെയിൻ ഡയഗ്രംസ് എന്ന് പറയുന്നത്. Okay, these diagrams consist of rectangles. ഈ ഡയഗ്രാംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? റെക്ടാംഗിൾസ് ആയിട്ട് നമ്മൾ വരയ്ക്കും. Then and closed curves, usually circles. ക്ലോസ്ഡ് കർവ് എന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? സർക്കിൾസ്. ക്ലോസ്ഡ് കർവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കിൾ ആണ്. അപ്പം റെക്ടാംഗുലറും സർക്കിൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡയഗ്രാമാറ്റിക്കലി നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, രണ്ട് സെറ്റുകളുടെ റിലേഷൻഷിപ്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെക്ടാങ്കുലർ ഷേപ്സും അതുപോലെ തന്നെ സർക്കിൾ ഷേപ്സും യൂസ് ചെയ്തിട്ടാണ്. റെക്ടാങ്കുലർ ഷേപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിയൻ സെറ്റിനാണ്. എന്ത് യൂസ് ചെയ്യുന്നത്? റെക്ടാങ്കുലർ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. സർക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സബ്സെറ്റുകൾക്കാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സർക്കിളിന്റെ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. Okay, the universal set is represented usually by a rectangle. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റ് എന്താ? യൂണിയൻ സെറ്റ് അല്ലെങ്കിൽ അതായത് മൊത്തത്തിലുള്ള ഒരു ബേസിക് സെറ്റ് അല്ലെ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെക്ടാങ്കുലർ ഷേപ്പിലാണ് എന്ത് നമ്മൾ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിയൻ സെറ്റ്. മനസ്സിലായോ? യൂണിവേഴ്സൽ സെറ്റായ യു നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെക്ടാങ്കുലർ ഷേപ്പിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സബ്സെറ്റ്സ് ഓഫ് ദിസ് യൂണിവേഴ്സൽ സെറ്റ്, ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സർക്കിൾ മോഡലിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ വരച്ചു, ദെൻ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് വരച്ചു. മനസ്സിലായോ? അപ്പൊ എയും ബിയും എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളായിരിക്കാം എയും ബിയും. മനസ്സിലായോ? അപ്പം യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? റെക്ടാങ്കുലർ ഷേപ്പില്. Okay, then the subset of that universal set can be represented by circle. That is closed curve എന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അത് നമ്മൾ ക്ലോസ്ഡ് കർവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സർക്കിൾ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, in Venn diagram the elements of the sets are written in their respective circles. അതായത് വെയിൻ ഡയഗ്രത്തിൽ നമ്മൾ തന്നിരിക്കുന്ന റെസ്പെക്റ്റീവ് സർക്കിൾസിലായിരിക്കും എലമെന്റ്സുകൾ നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ് യു ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4 5 6 7 8 9 10 വരെ കൊടുത്തു. ഓക്കെ, then A equal to set of ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 4 6 8 10. Okay, then B equal to set of 4 6. Okay, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ഞാൻ കൊടുത്തു, 1 to 10 വരെ കൊടുത്തു. എ എന്ന് പറയുന്ന സെറ്റിന് ഞാൻ 2 4 6 8 10 എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ബി എന്ന് പറയുന്ന സെറ്റ് ഞാൻ 4 6 എടുത്തു. ദെൻ ഈ എക്സാമ്പിളിനെ എനിക്ക് എന്ത് ചെയ്യണം? ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഞാൻ യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്ത് ഞാൻ എലമെന്റുകൾ കൊടുക്കുകയാണ്. ഓക്കെ, ആദ്യം എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ സെറ്റ് എയും സെറ്റ് ബിയുമായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ സെറ്റ് എ അങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ. ടോട്ടൽ 1 to 10 വരെയുള്ള എലമെന്റുകൾ ഇതിന്റെ അകത്ത് വരണം. ഓക്കെ, അപ്പം 1 2 3, അതായത് 2 4 6 8 10 ഒരു സെറ്റ് വരുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പം 3 വേണമെങ്കിൽ മാറ്റി കൊടുത്തു. 3 4 then 5 ഇതില്ലാത്തില്ല 5, then അടുത്ത വരുന്നത് 6 വരും, then അടുത്ത എന്താ 8, പിന്നെന്താ വരുന്നത് 10 അല്ലെ.
റിമൈനിങ് ഏതൊക്കെയുണ്ട്? 1 2 3 4 5 6 7 വന്നില്ല അല്ലെ? 7 ഞാൻ ഇവിടെ കൊടുത്തു. 7 8 9 വന്നില്ല. 9 ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഞാൻ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് സബ്സെറ്റ് ഓഫ് എയുടെ സബ്സെറ്റ് വരെ, എ എന്ന് പറയുന്ന സബ്സെറ്റ് വരയ്ക്കണം അല്ലെ? യൂണിവേഴ്സൽ സെറ്റില് എ എന്ന് പറയുന്ന സബ്സെറ്റ് വരും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? ഞാൻ ഇങ്ങനെ എഴുതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സബ്സെറ്റുകളോട് നോക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. കാരണം സർക്കിൾസ് എനിക്ക് പ്രോപ്പർ രീതിയിൽ വരയ്ക്കാൻ പാകത്തിനാണ് ഞാൻ എഴുതിയത്. എ എന്ന് പറയുന്ന സെറ്റില് 2 4 6 8 10 ഉള്ളൂ. അതുകൊണ്ടാണ് അത് അത്രയും ഞാൻ അടുപ്പിച്ചെഴുതി. ബി എന്ന് പറയുന്ന സെറ്റില് 4ഉം 6ഉമേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? സെറ്റ് എ വരയ്ക്കാൻ പോകും. സെറ്റ് എ എന്ന് പറഞ്ഞത് 2 4 6 8. ദിസ് ഈസ് സെറ്റ് എ. മനസ്സിലായോ? ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞു കൊടുത്തു. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്താണ്? 4ഉം 6ഉം അല്ലെ? 4ഉം 6ഉം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 4ഉം 6ഉം ഇവിടെ വരുന്നത് ബി എന്ന് പറയുന്ന സെറ്റ്. ക്ലിയർ ആയോ? അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് യു, സെറ്റ് എക്കകത്ത് എന്തൊക്കെയുണ്ട്? 2 4 6 8 10. ബി എന്ന് പറയുന്ന സെറ്റിൽ എന്തൊക്കെയുണ്ട്? 4ഉം 6ഉം. അപ്പൊ സെറ്റ് ബിക്ക് ഉള്ളിൽ തന്നെ വന്നു. എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ എന്ത് വന്നു? 4ഉം 6ഉം വന്നു. ദാറ്റ് ഈസ് ബി. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം അല്ലെ? എയുടെയും കൂടെ സബ്സെറ്റ് ബി അല്ലെ? എ എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന എലമെന്റുകളാണ് 2 4 6 8 10. ബി എന്ന് പറയുന്ന സെറ്റിൽ ആകെ 4ഉം 6ഉമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. അപ്പൊ വെയിൻ ഡയഗ്രാം മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഏത് ഡയഗ്രാം ഏത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? റെക്ടാംഗുലർ. ഓക്കെ, ദെൻ അതിനുള്ളിൽ വരുന്ന സബ്സെറ്റുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? സർക്കിൾ ഷേപ്സ് കൊടുക്കും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തത് കേട്ടോ. ക്ലിയർ ആയല്ലോ അല്ലെ? ദെൻ അടുത്ത നോക്കിക്കേ. ഓക്കെ, ഇതിന്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് എ ആൻഡ് ബി ആർ സബ്സെറ്റ്സ്. എയും ബിയും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ആൻഡ് ഓൾസോ ബി സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്നും ഈ ഒരു ഡയഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ദെൻ അടുത്ത് നോക്കിയേ, വെയിൻ ഡയഗ്രാം ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഡിഫറെന്റ് സിറ്റുവേഷൻ അതായത് പല രീതിയിൽ നമുക്ക് വെയിൻ ഡയഗ്രത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് മെത്തേഡ്, ഫസ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? വെൻ ടു ഇന്റർസെക്ഷൻ സബ്സെറ്റ്സ് ഓഫ് യൂണിയൻ ആർ ഗിവൺ. അതായത് ഒരു യൂണിവേഴ്സൽ സെറ്റില് 2 ഇന്റർസെക്ഷൻ സബ്സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? അപ്പൊ ആദ്യം നോക്കിക്കോണം. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ. ഓക്കെ, ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് യു. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? യു. പിന്നെ എന്താ പറഞ്ഞത്? 2 ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 സെറ്റുകൾ കോമൺ ആയിട്ട്, ഇപ്പൊ സെറ്റ് എയും സെറ്റ് ബിയും ആണെങ്കിൽ സെറ്റ് എയിലും ബിയിലും കോമൺ ആയിട്ടും എലമെന്റ്സുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇന്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് ഓഫ് യൂണിയൻ അല്ലെ? ഒരു യൂണിയനിലെ ഇന്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ വരച്ചു. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ എലമെന്റ്സ് ഉണ്ടാവും. ദെൻ ബി എന്ന് പറയുന്ന എലമെന്റ്, ദിസ് ഈസ് എ. ഫസ്റ്റ് സർക്കിളിന് ഞാൻ എന്ത് കൊടുത്തു? എ എന്ന് പറയുന്ന ഡോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഫസ്റ്റ് സെറ്റ് എ. അടുത്ത സെറ്റ് ബിക്ക് ഞാൻ സർക്കിൾസ് പോലെ ഇട്ട് കൊടുത്തു. നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇത് സെറ്റ് ബി. മനസ്സിലായോ? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും, എക്കും ബിക്കും കോമൺ ആയിട്ട് 2-3 എലമെന്റ്സ് കാണും. ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ. ഈ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എന്താണ് ഈ പോർഷൻ? എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ സെക്ഷൻ. മനസ്സിലായോ? ഇനി ഈ റിമൈനിങ് പാർട്ടിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? അതായത് ഈ പാർട്ട് ഇതെന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി. ഇതെന്താണ്? എ മൈനസ് ബി. അതായത് എയിലുണ്ട് ബിയിൽ ഇല്ലാത്തത് അല്ലെ? ഇത് ടോട്ടൽ ഇതെന്താണ്? എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. ഈ ഇന്റർസെക്ഷന്റെ പോർഷൻ പോയി കഴിഞ്ഞ് വരുന്ന റിമൈനിങ് പാർട്ട് എന്താ വരുന്നത്? എ മൈനസ് ബി. ഇതെന്താണ്? എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള എലമെന്റും ബിയിൽ ഇല്ലാത്ത എലമെന്റും, ദാറ്റ് ഈസ് എ മൈനസ് ബി. അപ്പൊ ഇതെങ്ങനെ വരും? ഇതെന്ന് പറയുന്ന സെറ്റ് എങ്ങനത്തെയാ? ബി സെറ്റ് അല്ലെ? ഈ ബി സെറ്റില് ഇത്രയും പോർഷൻ എന്താ? ഇന്റർസെക്ഷനാ. കോമൺ എലമെന്റുകൾ ഉണ്ട്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് വരുന്നതാണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത്. റിമൈനിങ് വരുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബി
മൈനസ് എ. ഇതെന്താണ്? ബി മൈനസ് എ. അതായത് ബിയിലുള്ള എലമെന്റും എയിൽ ഇല്ലാത്ത എലമെന്റും. എന്താണ്? ബിയിൽ ഉള്ള എലമെന്റും എയിൽ ഇല്ലാത്ത എലമെന്റും. അപ്പൊ ക്ലിയർ ആയോ? ഒരു യൂണിവേഴ്സൽ സെറ്റില് രണ്ട് ഇന്റർസെക്ഷൻ സെറ്റുകൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം സെറ്റ് എ വരയ്ക്കുന്നു, ദെൻ അതിന്റെ ഉള്ളിൽ കൂടി സെറ്റ് ബി വരയ്ക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് കോമൺ എലമെന്റ്സ് ഇൻ എ ആൻഡ് ബി. എ എന്ന് പറയുന്ന സെറ്റിനും ബി എന്ന് പറയുന്ന സെറ്റിനും കോമൺ എലമെന്റ് ഉള്ളത് എവിടെയാണ്? ഇവിടെ. And the remaining portion of set A can be written as A minus B, which means elements in A and not in B. Okay. Then അടുത്ത എന്താ വരുന്നത്? ഇവിടുത്തെ റിമൈനിങ് സെക്ഷൻ നമുക്ക് എങ്ങനെ പറയാം? B minus A. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാ? എലമെന്റ്സ് ഇൻ B not in A. ബിയിലുള്ള എലമെന്റ് പക്ഷെ എയിൽ ഇല്ലാത്തത്. Okay, that is B minus A. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ മനസ്സിലായല്ലോ, ഇന്റർസെക്ഷൻ എങ്ങനെയാ വരയ്ക്കുന്നത് എന്നുള്ളത്. Okay. Then അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? When two disjoint subsets of a set be given. രണ്ട് ഡിസ്ജോയിന്റ് സെറ്റുകളാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇത് ഇന്റർസെക്ഷൻ. ഇനി ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? There is no common elements in both A and B. അല്ലെ? എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുന്ന സെറ്റുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. അല്ലെ? അപ്പോൾ ശ്രദ്ധിച്ചേ, ഡിസ്ജോയിന്റ് സെറ്റ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. യൂണിവേഴ്സൽ സെറ്റ് U ഈക്വൽ ടു 1 2 3 4 5 6 7 കൊടുത്തു. ദെൻ എ എന്ന് പറഞ്ഞ് ഞാൻ 1 3 5 കൊടുത്തു. ബി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തത് 2 4. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എംപ്റ്റി ആയിരിക്കണം. ദാറ്റ് ഈസ് നോ എലമെന്റ്സ്. അല്ലെ? എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് എ ഇന്റർസെക്ഷൻ ബി യെ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു? എംപ്റ്റി സെറ്റ് ആയിട്ട് കൊടുക്കുന്നു. ദെൻ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ? എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ്, കാരണം എയിലും ബിയിലും ഒന്നുമില്ല. എ മൈനസ് ബി 1 3 5 മൈനസ് 2 4. 2 4 എന്ന് പറഞ്ഞ എലമെന്റ് ഇതിലുണ്ടോ? ഇല്ല. അപ്പം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 3 5 തന്നെയാണ്. അല്ലെ? അപ്പൊ അത് എന്ത് തന്നെയാ? എ തന്നെയാ ഈ കേസിൽ. എ മൈനസ് ബി എന്ന് പറഞ്ഞത് ഈ കേസിൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അതുപോലെ തന്നെ ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലുണ്ട്, എയിൽ ഇല്ലാത്തത്. അങ്ങനെയുള്ളത് ഏതാ? 2 4 തന്നെയുള്ളൂ. ദാറ്റ് ഈസ് ബി തന്നെയാ ഈ കേസിൽ. മനസ്സിലായോ? ഡിസ്ജോയിന്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. ഓക്കെ. ദെൻ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയാവും? എ തന്നെയാവും. കാരണം എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എലമെന്റ്സ് ഇൻ എ നോട്ട് ഇൻ ബി. എയിലുള്ള എലമെന്റും ബിയിൽ ഇല്ലാത്ത എലമെന്റും. എയിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ? 1 3 5. അല്ലെ? ബിയിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? 1 3 5 തന്നെ അല്ലേ വരുന്നത്? എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഒന്നുമില്ല. സോ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? എ തന്നെ. എ മൈനസ് ബി എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. ബി മൈനസ് എ എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും. കാരണം ബി മൈനസ് എ, ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതും. ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ വരുന്നത്? 2 4 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബി തന്നെ. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിനെ എങ്ങനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. ഇതിനെ എങ്ങനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം? യൂണിവേഴ്സൽ സെറ്റ് ആദ്യം വരയ്ക്കുന്നു. യൂണിവേഴ്സൽ സെറ്റില് 1 മുതൽ 7 വരെയുള്ള എലമെന്റ്സ് ഉണ്ട്. അല്ലെ? അതിൽ 1 3 5 എന്ന് പറയുന്നത് 1 3 5 എന്ന് പറയുന്നത് സെറ്റ് എ ആയിട്ട് കൊടുക്കാം. സെറ്റ് ബി ആയിട്ട് നമുക്ക് എന്തും കൊടുക്കാം? 2 4. റിമൈനിങ് ഏതൊക്കെയുണ്ട്? 1 2 3 4 5 6 7. അതെവിടെയും കൊടുത്താൽ മതി പൊതുവായിട്ട്. ഓക്കെ. അപ്പം ഡിസ്ജോയിന്റ് സെറ്റുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? രണ്ടും കൂട്ടിമുട്ടത്തില്ല, കാരണം ഇന്റർസെക്ഷൻ ഇല്ല, കോമൺ എലമെന്റ്സ് ഇല്ല. സോ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ യൂണിവേഴ്സൽ സെറ്റില് രണ്ട് ഡിസ്ജോയിന്റ് സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. There is no common elements in both A and B. ക്ലിയർ ആയല്ലോ? വെയിൻ ഡയഗ്രം എങ്ങനെ വരയ്ക്കുന്ന എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ദെൻ അടുത്ത നോക്കിക്കേ, എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിന് മുമ്പ്
ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻസ് ഓഫ് ടു സെറ്റ്സ്. അതായത് യൂണിയന്റെയും ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഇക്വേഷൻസ് വേണം അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ. മെയിൻ ആയിട്ട് രണ്ട് ഇക്വേഷൻസ് ജനറലൈസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇഫ് എ ആൻഡ് ബി ബി ഫൈനൈറ്റ് സെറ്റ്, എയും ബിയും രണ്ട് ഫൈനൈറ്റ് സെറ്റുകളാണ്, അതായത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്ന അത്രയുമുള്ള സെറ്റുകളാണ് എങ്കിൽ, ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എം ടി സെറ്റ്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ് എങ്കിൽ, ഫസ്റ്റ് കേസ് എന്താണ്? ലെറ്റ് എ ആൻഡ് ബി ബി ഫൈനൈറ്റ് സെറ്റ്സ് ആൻഡ് ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എം ടി സെറ്റ്, എയും ബിയും എന്താണ്? എം ടി സെറ്റ് ആണെങ്കിൽ number of elements in A union B is equal to number of elements of A plus number of elements in B. എപ്പോഴാണ് A intersection B എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണെങ്കിൽ, ഫസ്റ്റ് കേസ് നോക്കിക്കേ, ശ്രദ്ധിച്ചേ, n ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബിയിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. ഈ കേസ് എപ്പോഴാണ്? ഏത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എം ടി. എ ഇന്റർസെക്ഷൻ ബി, അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു സെറ്റ്, ഒരു എലമെന്റുകളും ഇല്ല, അതായത് ദാറ്റ് ഈസ് എം ടി സെറ്റ്. അതായത് എം ടി സെറ്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. ഓക്കെ. അതർവൈസ്, അതായത് എ യൂണിയൻ ബിയിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ട്, എയിലും ബിയിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നേ? number of elements in A union B is equal to number of elements in A plus number of elements in B minus number of elements in A intersection B. Okay, രണ്ട് ഇക്വേഷൻ ഓർത്തോണം. If A intersection B equal to empty, then number of elements in A union B is equal to number of elements in A plus number of elements in B. അതർവൈസ്, അതായത് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഫസ്റ്റ് കേസ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി? രണ്ട് സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ എ യൂണിയൻ ബി കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ക്ലിയർ ആയല്ലോ രണ്ട് ഓപ്ഷനും. ദെൻ സെക്കൻഡ് സെക്ഷൻ നോക്കിക്കേ. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് എന്താ പറയുന്നത്? ഇഫ് എ ബി ആൻഡ് സി ആർ ഫൈനൈറ്റ് സെറ്റ്, മൂന്ന് ഫൈനൈറ്റ് സെറ്റുകൾ തരികയാണ്. അതായത് നേരത്തെ എയും ബിയും ഉള്ളായിരുന്നു, ഇനി എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഫൈനൈറ്റ് സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി യൂണിയൻ സി, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എങ്ങനെ? നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ് ഇൻ ബി പ്ലസ് നമ്പർ ഓഫ് എലമെന്റ് ഇൻ സി മൈനസ് നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ ഇന്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ് ഇൻ ബി ഇന്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ ഇന്റർസെക്ഷൻ സി plus number of element in A intersection B intersection C. Okay, എങ്ങനെയാണ്? മൂന്ന് ഫൈനൈറ്റ് സെറ്റുകൾ തന്നിട്ട് മൂന്നിന്റെയും കൂടെ യൂണിയൻ എ യൂണിയൻ ബി യൂണിയൻ സി, അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എങ്ങനെ കാണുന്നത് നോക്കിയേ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി minus number of elements in A intersection B minus number of elements in B intersection C minus number of elements in A intersection C plus number of elements in A intersection B intersection C. അപ്പോൾ പഠിപ്പിച്ച മൂന്ന് കേസും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം പ്രോബ്ലംസ് വരുമ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിക്കേ.
ഫസ്റ്റ് എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻ എ സ്കൂൾ there are 20 teachers who teach mathematics or physics or these. അതായത് ആദ്യം തന്നിരിക്കുന്നത് യൂണിയനാ. ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളില് there are 20 teachers, 20 ടീച്ചേഴ്സ് ഉണ്ട്. ഹു ടീച്ച്, അത് അവർ എന്തൊക്കെ ടീച്ച് ചെയ്യുന്നത്? മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ തരുന്നത് എപ്പോഴും എന്തിനായിരിക്കും? യൂണിയൻ സെറ്റിനാണ് എന്ത് തരുന്നത്? ഓർ തരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സെറ്റും കാണും, ഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു സെറ്റും ഉണ്ട് അല്ലെ. മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം യൂണിയൻ പി, അതായത് മാത്തമാറ്റിക്സ് യൂണിയൻ പി. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും കൂടെ കൂടി ചേരുമ്പോഴാണ് 20 ടീച്ചേഴ്സ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഓർ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിയനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആൻഡ് എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇന്റർസെക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂണിയൻ, ഇത് ഇന്റർസെക്ഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ സ്കൂൾ there are 20 teachers who teach mathematics or physics or these 12 teach mathematics. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 12 പേര് മാത്തമാറ്റിക്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ മാത്തമാറ്റിക്സ് സെറ്റ് എമ്മിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 12. ഓക്കെ, ദെൻ അടുത്ത എന്താ പറയുന്നത്? ആൻഡ് 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. 4 ടീച്ചേഴ്സ് മാത്തമാറ്റിക്സും ഫിസിക്സും പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം ഇന്റർസെക്ഷൻ പി. അതായത് മാത്തമാറ്റിക്സും ഫിസിക്സും കൂടെ പഠിപ്പിക്കുന്നത്, അതായത് ഇവർ രണ്ടും കോമൺ ആയിട്ട് പഠിപ്പിക്കുന്നത് എത്ര പേരാ? 4 പേര്. ആൻഡ് അല്ലെ 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ വരുന്നത്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം ഇന്റർസെക്ഷൻ പി എന്ന് പറയുന്നത് എന്താണ്? 4. ആദ്യത്തെ എന്തായിരുന്നു? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം യൂണിയൻ പി എന്ന് പറയുന്നത് എന്താണ്? 20. അങ്ങനെയല്ലേ കൊടുത്തിരുന്നേ? ദെൻ ഫൈൻഡ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൗ മെനി ടീച്ച് ഫിസിക്സ്, എത്ര പേരാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്? എൻ ഓഫ് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ നോക്കിക്കേ. ലെറ്റ് എം ഡിനോട്ട് ദ സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ്. എം എന്ന് പറഞ്ഞ ലെറ്റർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടീച്ച് ചെയ്യുന്ന ടീച്ചേഴ്സിന് ആ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എം. ദെൻ പി ഡിനോട്ട് ദ സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ്. ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ സെറ്റായിട്ട് നമ്മൾ പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ദ വേർഡ് ഓർ, മിസ് പറഞ്ഞ പോലെ തന്നെ ഓർ ഗീവ്സ് ആസ് എ ക്ലൂ ഓഫ് യൂണിയൻ. ഓർ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് യൂണിയൻ ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദ വേർഡ് ആൻഡ് ഗീവ്സ് ആസ് എ ക്ലൂ ഓഫ് ഇന്റർസെക്ഷൻ. ആൻഡ് എന്ന് പറഞ്ഞാണെങ്കിൽ അത് ഇന്റർസെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം യൂണിയൻ പി ഇസ് ഈക്വൽ ടു 20, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം ഈക്വൽ ടു 12 ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം ഇന്റർസെക്ഷൻ പി ഈക്വൽ ടു 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം യൂണിയൻ പി, യൂണിയൻ പി കാണുന്നത് എങ്ങനെയാണ്? ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം ഇന്റർസെക്ഷൻ പി അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്തേ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം യൂണിയൻ പി എത്ര? 20 ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എത്ര? 12 പ്ലസ് എൻ ഓഫ് പി നമുക്ക് അറിയത്തില്ല അല്ലെ, മൈനസ് അത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം ഇന്റർസെക്ഷൻ പി. എം ഇന്റർസെക്ഷൻ പി എത്ര? -4. അപ്പം നമ്പർ ഓഫ് പി ഇസ് ഈക്വൽ ടു 20 മൈനസ് 12 പ്ലസ് 4 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 12. അപ്പൊ എൻ ഓഫ് പി ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എത്ര ആണ്? 12. ഓക്കെ, എങ്ങനെ വന്നത് മനസ്സിലായല്ലോ? ആദ്യം ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വരയ്ക്കുക. ഓർ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ രണ്ടിന്റെയും കൂടെ യൂണിയൻ, ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ഏതാ? എക്സാമ്പിൾ 2 നോക്കിക്കേ. ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഓക്കെ, 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ where 100 in a school 100 were listed as taking apple juice and 150 as taking as orange juice.
75 were listed as taking both apple as well as orange juice. അപ്പൊ എങ്ങനെ എടുക്കണം? 400 സ്റ്റുഡൻസ് ആണ് ഒരു സ്കൂളിലുള്ളത്. അപ്പൊ യൂണിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 400 അല്ലെ? നമ്പർ ഓഫ് n of u യൂണിവേഴ്സൽ സെറ്റിൽ നമ്പർ ഓഫ് എലമെന്റ്സിന് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 400. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വെർ ടേക്കിംഗ് നൈദർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. അതായത് എത്ര പേരാണ് ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും എടുക്കാത്തവരെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് എഴുതിയാൽ ഫസ്റ്റ് യു ഡിനോട്ട് ദ സെറ്റ് ഓഫ് സർവൈവ്ഡ് സ്റ്റുഡൻസ്. യു എന്ന് പറയുന്ന ലെറ്ററിനെ നമുക്ക് എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? സർവൈവ്ഡ് സ്റ്റുഡൻസ്, അതായത് ടോട്ടൽ സ്റ്റുഡൻസ് 400 സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പം n നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യു എന്ന് പറയുന്നത് എത്രയാണ്? 400. Then A denote the set of students taking apple juice. ആപ്പിൾ ജ്യൂസ് എടുക്കുന്ന സ്റ്റുഡൻസിന്റെ സെറ്റ് ആയിട്ട് എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുക. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എത്ര? ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന എത്ര സ്റ്റുഡൻസ് ആണ്? 100. ഓക്കെ, then അടുത്ത നമുക്ക് എന്തായിട്ട് എടുക്കാം? ആൻഡ് ബി ഡിനോട്ട് ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന സ്റ്റുഡൻസ് ഏത് സെറ്റിൽ വരുത്താം? ബി എന്ന് പറയുന്ന സെറ്റായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി, ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന എത്ര കുഞ്ഞുങ്ങളാ? 150 സ്റ്റുഡൻസ് ആണ് അല്ലെ? ദസ് അപ്പൊ നമുക്ക് നമ്പർ ഓഫ് യൂണിയൻ യൂണിവേഴ്സൽ സെറ്റിലെ n ഓഫ് യു എന്ന് പറയുന്നത് 400, then n ഓഫ് എ എന്ന് പറയുന്നത് 100, n ഓഫ് ബി എന്ന് പറയുന്നത് 150 ആണെന്ന് അറിയാം. ഇനി ഒരു കേസ് കൂടെ തന്നിട്ടുണ്ട്. where 75 were listed as taking both apple as well as orange juice. ആപ്പിളും ഓറഞ്ചും കൂടെ രണ്ടും എടുക്കുന്നത് എത്ര പേരാണ്? 75 സ്റ്റുഡൻസ്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? 75 അല്ലെ? അപ്പൊ നമ്പർ ഓഫ് n ഓഫ് യു ആണ്, n ഓഫ് എ, n ഓഫ് ബി, n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 75 ആണെന്ന് അറിയാം. നമുക്ക് വേണ്ടത് എന്താണ്? സ്റ്റുഡൻസ് വെർ ടേക്കിംഗ് നൈദർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. അതായത് ആപ്പിൾ ജ്യൂസ് എടുക്കാത്തവരും ഓറഞ്ച് ജ്യൂസ് എടുക്കാത്തവരും. ദാറ്റ് മീൻസ് n ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ആപ്പിൾ ജ്യൂസ് എടുക്കുന്ന എത്ര കുഞ്ഞുങ്ങളാണ്? 100. അത് എടുക്കാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ്, എയിൽ ഇല്ലാത്തത് അല്ലെ? എ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയും. ഇന്റർസെക്ഷൻ അല്ലെ? ബി കോംപ്ലിമെന്റ്. ബി എന്ന് പറഞ്ഞ ഏതാ? ഓറഞ്ച് ജ്യൂസ് എടുത്തവരാണ് ബി അല്ലെ? അപ്പൊ എടുക്കാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? n ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. മൊത്തത്തിൽ എഴുതിക്കൂടെ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, then number of elements in A intersection B complement. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A യൂണിയൻ B അല്ലേ? അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത് അതല്ലേ ഇതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. അതായത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തത്, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഇല്ലാത്തത് അല്ലെ? എന്നിട്ട് then അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു തുല്യമാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത്, അതാണ് ഇതിനോട് ഈക്വൽ അല്ലെ? അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി കോംപ്ലിമെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി അല്ലെ? ടോട്ടൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? n ഓഫ് യു മൈനസ് ഇതെങ്ങനെ എടുക്കാം? n ഓഫ് എ യൂണിയൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെയല്ലയോ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് ഡിനോട്ട് ചെയ്തേ. ഇവിടെ എഴുതുവാണേ. അപ്പൊ n ഓഫ് യു എന്ന് പറയുന്നത് എത്രയാണ്? 400 മൈനസ്
എൻ ഓഫ് എ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും അല്ലെ. മൈനസ് എൻ ഓഫ് എ എന്ന് പറയുന്നത് 100 മൈനസ് എൻ ഓഫ് ബി എന്ന് പറയുന്നത് 150 പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ എത്ര 75. ദെൻ ഇക്വേറ്റ് ചെയ്ത് എഴുതിക്കേ. ഇവിടെ ഇക്വേറ്റ് ചെയ്ത് 225 എന്ന് എഴുതിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കണേ ഇക്വേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇപ്പൊ ലാസ്റ്റ് നമുക്ക് എഴുതാം. ഹെൻസ് 225 സ്റ്റുഡൻസ് were taking neither apple juice nor orange juice. കണ്ടീഷൻസ് എഴുതുന്നത് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഇതേപോലെ എക്സാമ്പിൾ 3ലും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ 4, എക്സാമ്പിൾ 5 എല്ലാത്തിലും അത്യാവശ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓപ്ഷൻസും ചെയ്തു നോക്കുക, ശ്രദ്ധിച്ചോണം. ഫിസിക്സ് ഇപ്പൊ ഏതെങ്കിലും കേസ് വന്നിട്ട് ഒളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം, ഫിസിക്സ് മാത്രം, അല്ലെങ്കിൽ അത് എക്സാമ്പിൾ 4 കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ മതി, ഓപ്ഷൻസ് വൈസ് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ആൻഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്താണ് ഇന്റർസെക്ഷൻ. അതുപോലെ തന്നെ ഓർ ആണ് വരുന്നതെങ്കിൽ യൂണിയൻ. ഇപ്പൊ 2 എക്സാമ്പിൾ മിസ് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് ബാക്കി 3, 4, 5 എക്സാമ്പിൾ ചെയ്ത് നോക്കണം. നമ്മുടെ സെറ്റിന്റെ ചാപ്റ്റർ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഈ പോർഷൻസിൽ ഉണ്ടെങ്കിൽ നോക്കണം. ഇനി 3 ചാപ്റ്ററൂടെ നമുക്ക് തീരാനുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഇച്ചിരി സ്പീഡ് ചിലപ്പോൾ തീർക്കും കേട്ടോ, നോക്കിയിട്ട് പോർഷൻസ് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ബാക്കിയുള്ളത് തന്നെത്താൻ ചെയ്ത് നോക്കുക.